ഇന്നാണാ ഡേ, വാലന്റൈൻസ് ഡേ, പ്രണയങ്ങളുടെ ദിവസം. ഇനി ഞാനും മൈക്കിളും കൂടി ഒരു ഡേറ്റിങ്ങിന് പോകുന്നു. ഞങ്ങളിന്ന് തകർക്കും. വേറെ റെഡിയാവാം. ഈ ചേച്ചി എണീക്കുന്നതിന് മുമ്പ് പോകണം, ഇല്ലെങ്കിൽ ഇവിടെ കണ്ടുപിടിക്കും. ലവ് 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 ലെറ്റർ മനസ്സിൻ്റെ ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? ഇന്ന് ടോപ്പിക്ക് സർപ്രൈസ് കൊടുക്കാം. ഇന്ന് ഞങ്ങൾ രണ്ടും കൂടി കറങ്ങാൻ പോകും. അവളെ അറിയണ്ട, അവളെ കാണാണ്ട് വേണം പോകാൻ. ഉടനെ തന്നെ താഴത്തെ ബാത്റൂമിൽ പോയി കുളിച്ച് സെറ്റായിട്ട് വേണം ഇറങ്ങാൻ. അധികം ഒച്ചയും ബഹളം ഇല്ലാണ്ട് വേണം എണീക്കാൻ. കാതൽ വരദാ കാതൽ വരദാ. അമ്മേ അമ്മേ, ഫുഡ് വേഗം കൊണ്ടുവാ. ഇന്ന് നേരത്തെ ആണല്ലോ, അമ്മ ഫുഡ് ഉണ്ടാക്കുന്നതാണല്ലോ. അമ്മേ കുറച്ച് വേഗം ഉണ്ടാക്കാവോ? എനിക്ക് കുറച്ച് നേരത്തെ പോകാനുണ്ട്. അതെന്താ ഇന്ന് നേരത്തെ? അല്ല, നിന്റെ യൂണിഫോം എന്തേ? ഇന്നെന്താ കളർ ഡ്രസ്സ്? അത് പിന്നെ അമ്മേ, ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, ഇന്ന് കളർ ഇടാം. ഓഹോ, അതായിരുന്നോ? അപ്പൊ ഇന്നെന്താ പരിപാടിയൊക്കെ? സ്കൂളിൽ ആഘോഷമൊക്കെ ഉണ്ടോ? ആ, ചെറുതായിട്ടുണ്ടമ്മേ. അതാ എനിക്ക് വേഗം പോകണം. ശരി ശരി, അമ്മ വേഗം റെഡിയാക്കാട്ടോ. ആ ഓക്കെ അമ്മേ. എവിടെ നിന്റെ അനിയത്തി? എണീറ്റില്ലേ അവള് ഇത്ര നേരമായിട്ട്? അവള് എണീറ്റുന്നാ തോന്നുന്നത്. ഇനി പയ്യെ റെഡിയായി വരട്ടെ അമ്മ, അപ്പോഴേക്കും ഞാൻ പോകും. അതെന്താ രണ്ടുപേർ കൂടി ഒരുമിച്ച് പോയാ? അവളിനി എപ്പോൾ വരാനമ്മ? ഞാൻ അത്രയും കൂടി വൈകും, എനിക്ക് അത്യാവശ്യം. നിനക്കെന്താ അത്യാവശ്യം? ഇന്ന് ഫ്രണ്ട്സൊക്കെ കൂടി ഒരു പാർട്ടി പോലെ ഉണ്ടമ്മേ, അതാ. അത്ര നല്ലതിനല്ല. ശരി ശരി, എന്തെങ്കിലും കാണിക്ക്. ഓ രക്ഷപ്പെട്ട്. ചേച്ചി ചേച്ചി, പണി വാടി, അവളി ഞെട്ടി. എന്താടി? ചേച്ചി റെഡിയായോ? ആയെങ്കിലും അല്ല, ഇതെന്താ ഈ കളർ ഡ്രസ്സ്? അത് തന്നെ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഒരുപോലത്തെ ഇട്ടെ? ചേച്ചി കഷ്ടമുണ്ട്, ഞാനല്ലേ ആദ്യം ഇട്ടത്. അയ്യടാ, ഞാൻ ആദ്യം റെഡിയായി വന്നത്, അപ്പൊ ഞാൻ ആദ്യം ഇട്ടത്. ഓ എന്ത് കഷ്ടം. മര്യാദക്ക് പോയി മാറ്റിച്ചോ, യൂണിഫോം പോലെ പോയാൽ എനിക്ക് വയ്യ. ശല്യം. മാറ്റിയാൽ നിനക്ക് കൊള്ളാം. ആ ശരി ശരി. പിന്നെ ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ ചേച്ചി ആദ്യം പറ. എനിക്കിന്ന് വേഗം പോകണം, എൻ്റെ കൂടെ നീ ഇന്ന് വരരുത്. എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ചേച്ചി എൻ്റെ കൂടെ ഒന്നും വരണ്ട, ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോകുന്നത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പം എന്താണെന്നും ചോദിക്കണ്ട, കാര്യം മനസ്സിലായല്ലോ? ഓ വളരെ സന്തോഷം. പിന്നെ ഇത് മാറ്റിയിട്ടേ പോകാവുള്ളൂ, കേട്ടല്ലോ? അത്രേ ഉള്ളൂ. അല്ല ചേച്ചി റെഡ് കളർ ഇട്ടേ? അതെന്താ എനിക്ക് റെഡ് കളർ ഇട്ടോ? അല്ല, സാധാരണ ഇന്നത്തെ ദിവസം റെഡ് ഇട്ടാ ലൈൻ ഉണ്ടെന്നല്ലേ അർത്ഥം? എന്ന് നിന്നോട് ആര് പറഞ്ഞു? അതാ നാട്ടു നടപ്പ്. ഇനി മണ്ടി, എൻ്റെ ക്ലാസ്സിൽ ഇന്ന് പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും റെഡ് ഇട്ടേ വരുള്ളൂ. അതാണ്. അതായിരുന്ന. അല്ല നീ എപ്പോൾ റെഡ് ഇട്ടതോ? അത് പിന്നെ ഞങ്ങൾക്കുണ്ട് പ്രോഗ്രാം, അതാ. അതായിരുന്നു. ചേടാ, ചേച്ചി എന്തായിരിക്കും റെഡ് ഇട്ടത്? ഇന്ന് ക്ലാസ്സിലൊന്നും ഒരു പ്രോഗ്രാമും ഇല്ലല്ലോ. ഇനി അവക്കെങ്ങാനും ലൈൻ ഉണ്ടോ? അതായിരിക്കും ചിലപ്പോൾ എന്നെ കൂട്ടാണ്ട് പോകുന്നത്. എന്നാലും അത് ആരായിരിക്കും? ലൈൻ ഉണ്ടെന്ന് ഉറപ്പാ, പക്ഷേ ഇച്ചിരി പരിങ്ങലുണ്ട്. എന്തായാലും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോവാം. എന്നാലും അവളെന്താ റെഡ് ഇട്ടാക്കുന്നേ? എന്തോ ചുറ്റിക്കളിയുണ്ട്. ഒരു ദിവസം ഞാൻ പൊക്കും. അല്ലേ, അവൾ എൻ്റെ അടുത്ത് കിടന്ന് പരുങ്ങുന്നു. അച്ഛാ. മാളു. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ഛന് ഓഫീസിൽ പോകുന്നില്ലേ? ഇല്ലടാ, ഇന്ന് ലീവാ. അതെന്താ അച്ഛാ? 2 ദിവസം നൈറ്റ് ഷിഫ്റ്റ് അല്ലാഞ്ഞോ, അതുകൊണ്ട്. ആണോ? അയ്യോ അച്ഛൻ വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ. അച്ഛാ നല്ലോണം ഉറങ്ങണം കേട്ടോ, പിന്നെ നല്ലോണം വെള്ളം കുടിക്കണേ. അങ്ങനെ ആവട്ടെ. അച്ഛാ പിന്നെ ഉണ്ടല്ലോ. പിന്നെന്താ? എനിക്കൊരു 1000 രൂപ വേണം അച്ഛാ. 1000 രൂപയോ? അതെ അച്ഛാ, ഒരു അത്യാവശ്യമുണ്ട്. എന്താ അത്യാവശ്യം? എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ അച്ഛാ, ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം. പിന്നെ എല്ലാവരും കൂടി ഇന്ന് ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അച്ഛാ, അതാ. അതിന് 1000 രൂപ ഇത്തിരി കൂടുതലല്ലേ? അച്ഛാ കഷ്ടമുണ്ട്, എല്ലാവരും കൊണ്ടുവരും, ഞാൻ മാത്രം അപ്പം എങ്ങനെയാ? രാവിലത്തെ സോപ്പ് കണ്ടപ്പോഴേ തോന്നി ഇന്ന് കയ്യിൽ നിന്ന് ക്യാഷ് പോണ ദിവസമാണ്. തരൂ അച്ഛാ പ്ലീസ്. പ്ലീസ് ഒന്നും വേണ്ട, തരാട്ടോ. അച്ഛനെ പോക്കറ്റിൽ നിന്ന് എടുത്തോണ്ട് പോക്കോ. താങ്ക് യു അച്ഛാ, എൻ്റെ പുഞ്ഞാലച്ഛൻ. അച്ഛടാ, പൊക്കോ, സമയം കളയണ്ട. ശരി അച്ഛാ, എന്നാ ഞാനെന്നാ ഇത്തിരി വൈകിയേ വരുവോളേ. എന്നാണ് അച്ഛനും മോളും കൂടി? ഞാൻ ഇത്തിരി വൈകിയേ വരുള്ളൂ കേട്ടോ. എന്താ പരിപാടി? അവൾക്ക് എന്താ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന്. അധികം വൈകരുത് കേട്ടോ. ശരി അമ്മേ. അവള് പോയിട്ട് വരട്ടേനേ. ശരി ശരി, ചെല്ലിയല്ലോ. ചേട്ടാ വാ, ഫുഡ് കഴിക്കാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി. അച്ഛാ അച്ഛാ. എന്നാടാ? എന്താ അച്ഛാ ഇവിടെ ഇരിക്കണേ? അതെന്താ, എനിക്കിവിടെ ഇരുന്നോടെ? അല്ല, സാധാരണ ഓഫീസിലല്ലേ. അച്ഛൻ പോണില്ലെന്ന് വെച്ച്. എന്തേ? പിന്നെ ഉണ്ടല്ലോ അച്ഛാ, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താടാ, പൈസ വരാൻ വേണോ? എങ്ങനെ മനസ്സിലായി? കറക്റ്റ് അത് തന്നെ അച്ഛാ. അച്ഛാ സൂപ്പറാട്ടാ. സോപ്പൊന്നും വേണ്ട. എത്ര രൂപ വേണം? 500 രൂപ വേണം അച്ഛാ. 500 രൂപയോ? അച്ഛാ
പിശുക്ക് കാണിക്കാണ്ട്. ഒരു 500 രൂപ പിടിക്കാനുള്ള ആരോഗ്യം ഉണ്ടാടാ. ഉണ്ടച്ചാ, ഇന്ന് താ അച്ഛാ തമാശ പറയാണ്ട്. ആ പോക്കറ്റിൽ നിന്ന് എടുത്തോണ്ട് പോക്കോ, 500 എടുക്കാവുള്ളൂ കേട്ടല്ലോ. ആലോചിക്കട്ടെ. അല്ല, എന്തിനാ ക്യാഷ്? അതൊക്കെ എന്താ അമ്മേ, ഞാൻ വന്നിട്ട് പറയാം. ആഹാ, പിള്ളേർക്ക് ഞാൻ ക്യാഷ് ഒന്നും കൊടുക്കാൻ പാടില്ല. എന്റെ പൊന്നമ്മേ, ഇന്നത്തെ ദിവസം വെറുതെ മൂഡ് ഓഫ് ആക്കരുത് കേട്ടല്ലോ. ചേട്ടാ ചേട്ടാ, ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ? പിള്ളേർക്ക് എന്താ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഓ അവരുടെ പ്രായം അതല്ലേ. ആ, എന്തായാലും കാണാൻ നല്ല രസമുണ്ട്. അല്ല നമുക്കൊന്ന് ആഘോഷിച്ച് കളയാം. പിന്നെ ഇല്ല. നീ റെഡിയാവും, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ഇന്ന് ഔട്ടിംഗ് ആക്കാം. ഓക്കെ ചേട്ടാ. പിന്നെ റെഡ് കളറിനെ കിട്ടാം. ഓ ചേട്ടാ, അവിടെ നിന്ന് ഇതെന്താ ടോബി വരാത്തെ? ഇവിടെ വരാന്നാണല്ലോ പറഞ്ഞേ. ആ വരുന്നുണ്ടല്ലോ. ഹായ് മാളു, ഹായ് ടോബി. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു ടോബി, സെയിം ടു യു. ഐ ലവ് യു മാളു. ഐ ലവ് യു ടോബി. അല്ല, എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അത് പിന്നെ ഉണ്ട്, സർപ്രൈസ് ഉണ്ട്. നമുക്കേ പോയിട്ട് നല്ലൊരു കേക്ക് കഴിക്കാം. ആഹാ, എന്നാ വാ. പാറുവിന്റെ കണ്ണുവെട്ടിച്ച് വന്നതാ ഞാൻ. നന്നായി അവള് കാണാഞ്ഞത്. അതെ അതെ, അവള് വന്നതിന് മുമ്പ് നമുക്ക് പോവാം. എന്നാ വാ. മാളു, നിനക്കെന്താ വേണ്ടേ? ടോബി, നീ നിങ്ങൾ സ്പെഷ്യൽ ഓർഡർ ചെയ്യും. ഓക്കെ, ഇന്നത്തെ സ്പെഷ്യൽ എന്നെ പിടിക്കാം. ഷോ, എൻ്റെ പാറുവിനെ കാണുന്നില്ലല്ലോ. ഞാനാണെങ്കിൽ ഇന്ന് കുറച്ച് നേരത്തെ ആയിപ്പോയി, നല്ല പോസ്റ്റ് ആയിപ്പോയി. നിന്നും അടുത്ത് നീ ഇവിടെ ഇരിക്കാം. പാറു. അയ്യോ പാവം മൈക്കിൾ, കുറേ നേരം മുമ്പ് വന്നെന്നാ തോന്നുന്നത്. മൈക്കിൾ, നോക്കിയിരുന്നു അടുത്തോ? കുറച്ച് നേരം നോക്കി നിന്നു. ചേച്ചിയുടെ കണ്ണു വെട്ടിച്ചിറങ്ങാൻ കുറച്ച് പാടായിപ്പോയി, അതാണേ. ഓ, അതൊന്നും സാരിയില്ലെന്നേ, ഇന്ന് ഫുൾ ഡേ ഉണ്ടല്ലോ നമുക്ക്. അതെ അതെ. പിന്നെ പാറു, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു മൈക്കിൾ. ഇഷ്ടപ്പെട്ടോ? ഹായ്, നല്ല രസമുണ്ട്. എന്നാ വാ, നമുക്ക് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ആ, ഇന്ന് എൻ്റെയും കൂടി ട്രീറ്റ് ആട്ടോ. അതൊന്നും പറയാൻ പറ്റില്ല, ഞാനാ എന്നെ ട്രീറ്റ് ചെയ്യണം. ഞാൻ സമ്മതിക്കൂല. അതൊന്നും പറ്റില്ല കേട്ടല്ലോ. എന്നാൽ നമുക്ക് ഈക്വലായിട്ട് ചെയ്യാം. എന്നാ നമുക്ക് അവിടെ പോയിട്ട് തീരുമാനിക്കാം. ഓക്കെ? എല്ലാം മൈക്കിളിൻ്റെ ഇഷ്ടം. വാ. കുറേ നേരമായാലും ഓർഡർ ചെയ്തിട്ട്, എന്താ വരാത്തെ? പയ്യെ വന്നാൽ മതിയെന്നേ, പുറത്ത് ഭയങ്കര വെയില. ഇന്ന് കുറേ നേരം നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ആ ശരി ശരി. പാറു, നമുക്ക് ഇവിടെ കയറാം, എന്നിട്ട് ഇവിടെ നിന്ന് നല്ലൊരു കേക്ക് കഴിക്കാം. ഞാനും അത് പറയാൻ വരുമായിരുന്നു. നമുക്ക് ഇവിടെ തന്നെ കയറാം. എന്നാ വായോ. ശരി. എന്തായാലും ആ ഫ്ലവേഴ്സ് കൊണ്ട് വെള്ളത്തിൽ വെച്ച് നന്നായി. സ്കൂളിൽ ഇരിക്കട്ടെ, അത് ആരും എടുക്കാണ്ടിരുന്നാൽ മതി. അതൊന്നും ആരും എടുക്കില്ലെന്നേ, ഉറപ്പാ. വാ. അയ്യോ ചേച്ചി. അയ്യോ ടോപ്പിച്ചേട്ടൻ. ഓടിച്ചോ, നമ്മളെ കണ്ടില്ല. ചേട്ടാ, നല്ല സിനിമയായിരുന്നു. അതെ അതെ, കുറേ നാൾ കൂടിയാണ് നമ്മൾ നല്ലൊരു സിനിമ കാണുന്നത്. ഇനി റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു നാളം തോന്നണം ചേട്ടാ. അതിനിപ്പോൾ എന്താ, കുറേ നാളായി ഇന്നത്തെ ദിവസം ഒന്ന് ആഘോഷിക്കണമെന്ന് വെച്ചിട്ട്. ആവോ, മക്കൾ അറിയണ്ട, അവർ വന്നതിന് മുമ്പ് നമുക്ക് വീട്ടിൽ പോകണം. എൻ്റെ കുഞ്ഞോ, അവരെങ്ങാനും അറിഞ്ഞാൽ തീർന്നു. പിന്നെ നമ്മുടെ ഉള്ള സമാധാനം കൂടി പോകും. അതെ, നമുക്കേ ഇനി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എന്തായാലും അവർ വരാൻ ലേറ്റ് ആകുമെന്നല്ലേ പറഞ്ഞ് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോവാം. അതെ അതെ, എത്ര നാളായി നമ്മളിങ്ങനെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട്. എന്തായാലും ചേട്ടന് ഈ ഐഡിയ തോന്നിയാൽ വളരെ നന്നായി. ഇനി നമുക്കും ആഘോഷമൊക്കെ വേണ്ടേ? പിന്നെ അല്ല, പിന്നെ ഇന്നത്തെ ദിവസം നമുക്കൊരു കേക്കൊക്കെ കഴിച്ചാലോ? പിന്നെ എന്താ, നമുക്ക് അടുത്ത് കാണുന്ന ബേക്കറി തന്നെ കയറി ഒരു കേക്കും കഴിച്ച് പിന്നെ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് മര്യാദയ്ക്ക് ഫുഡും കഴിക്കാം. എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം. ഇന്ന് വലിയ സൺഡേ ഒക്കെ ആയിരുന്നെങ്കിൽ പണി പാടിയാന്. അതെ, പിള്ളേരുടെ കണ്ണുവെട്ടിച്ചിറങ്ങാൻ ഭയങ്കര പാടാ. ഇതിപ്പോ എന്തായാലും നമുക്ക് ലാഭമായി. ചേട്ടാ ചേട്ടാ, ദാ സ്ഥലം ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യമായിട്ട് അവിടെ വെച്ചിട്ടേ കണ്ടത്. ഓർമ്മയുണ്ടല്ലേ അപ്പോ? നമ്മൾ ഒളിച്ച് കണ്ടിരുന്ന സ്ഥലങ്ങളല്ലേ? അതെ, ഇതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോ തന്നെ ഭയങ്കര സന്തോഷം. അന്നൊക്കെ എന്ത് ടെൻഷൻ അടിച്ച്. അതെ, ആരെയൊക്കെ നമ്മളെ കണ്ടാലോ എന്ന് ഓർത്തിട്ട്. പക്ഷേ ഇനി നമ്മുടെ മക്കൾക്കൊന്നും ആ ഗതി വരരുത്. അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണം. അവരിങ്ങനെ പേടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്. ചേട്ടാ, ആ കേക്ക് ഷോപ്പ് ഉണ്ടോ? നമുക്ക് അവിടെ കയറിയാലോ? ആ, ഇനി അധികം ദൂരമൊന്നും പോകണ്ട, അവിടെ തന്നെ കയറാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, പിള്ളേരുടെ സ്കൂൾ ഇവിടെ അടുത്താണല്ലോ. ഏയ്, അവർ സ്കൂളിലല്ലേ ചേട്ടാ. അവരിങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കുന്ന പതിവൊന്നും ഇല്ലല്ലോ.
ആ കയറി കളയാം, നല്ലൊരു ഷോപ്പാണ് അത്. ടോബി നമ്മൾ ഇന്നിവിടെ ഇരിക്കാനാണോ പ്ലാൻ? പിന്നെ അല്ലാണ്ട് നമുക്ക് കുറേ സംസാരിക്കാമല്ലോ. സംസാരിച്ച് സമയം പോണേ അറിയില്ല. ടോബി സമയം നോക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റ്, പേടിക്കണ്ട കേട്ടോ, സമയത്ത് വീട്ടിൽ കയറ്റും. അയ്യോ ചേട്ടാ, ദേ മാളു. അയ്യോ നീ കൊച്ചിരിക്കണം. ചേട്ടാ വേഗം വാ, അവള് നമ്മളെ കണ്ടിട്ടില്ല, വേഗം വാ. അയ്യോ അച്ഛനും അമ്മയും. ടോബി, അച്ഛനും അമ്മയും നമ്മളെ കണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല, അവരിങ്ങോട്ട് വന്നില്ലല്ലോ, പിന്നെങ്ങനെയാ? ടോബി സത്യമാണോ? ആന്നേ, പേടിക്കണ്ട. അയ്യോ ടോബി, എനിക്ക് പേടിയാണ്, എന്റെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നു. എന്തിനാ പേടിക്കുന്നേ? അയ്യോ ഞാനിനി എങ്ങനെ വീട്ടിൽ പോകും? അതിനിപ്പോൾ എന്താ, വേറെ ആരുടെയും കൂടെ അല്ലല്ലോ, എൻ്റെ കൂടെ ഏരിയ കണ്ടത്, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, പിന്നെന്താ? ആ നേരാണല്ലോ, അങ്ങനെ പറയാൻ പോരെ. ശോ, ഞാൻ ആകെ പേടിച്ചുപോയി. നമ്മളെപ്പോഴും ഒന്നിച്ചല്ലേ, പിന്നെന്താ? ഇതിലൊരു കുഴപ്പമില്ല കേട്ടോ, പേടിക്കണ്ട. അതെ ടോബി, ഞാനൊന്ന് മറന്നുപോയി. നമ്മൾ പെട്ടെന്ന് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് എൻ്റെ മനസ്സ് മൊത്തം അങ്ങനെ ആയിപ്പോയി. സാരിയില്ലെന്നേ, ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് മനസ്സിലായി. അല്ല, അവരെന്താ ഇവിടെ കയറാണ്ട് പോയത്? അല്ല, നിന്റെ അച്ഛനും അമ്മയും എവിടെ പോയതാ? എന്നാലും അതൊന്ന് അറിയണം, അവരെന്താ ഇവിടെ കയറാണ്ട് പോയത്? എൻ്റെ പൊന്നു ചേട്ടാ, ഒരു മിനിറ്റ് എൻ്റെ ജീവൻ പോയി. കൊച്ചങ്ങാനെ എന്നെ കണ്ടിരുന്നെങ്കിൽ. അത് അവളങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം എൻ്റെ തല തന്നെയാണ്. ഈ പരിസരത്ത് വരണ്ടായിരുന്നു. വാ വാ വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് കേക്ക് കഴിക്കാം. വാ വേഗം ഇവിടെ നിന്ന് പോകാം, ഇവിടെ നിൽക്കുന്ന വണ്ടിയല്ല. വാ വാ. എങ്ങനെയുണ്ട്, കോഫി ഇഷ്ടപ്പെട്ടോ? ഇതിന് ഭയങ്കര ചൂടാന്നേ, അതുകൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല, നാക്ക് പൊള്ളും. പയ്യെ കുടിച്ചാൽ മതി, എന്നിട്ട് നമുക്ക് അടുത്ത ഓർഡർ ചെയ്യാം. നല്ല സമയത്ത് കഴിച്ചാൽ മതിയേ, അത്രയും നേരം നമുക്ക് ഇവിടെ സംസാരിച്ചിരിക്കാമല്ലോ. അത് ഞാൻ ഏറ്റു. പിന്നെ പറ, എന്തൊക്കെയുണ്ട്? ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഇത് പുതുതായിട്ട് തുടങ്ങിയതാ, ഇത് കണ്ടപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചതാ ഒരു ദിവസം നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചേ ഇല്ല. ആണോ? പിന്നെ എനിക്ക് വേറെ ഗിഫ്റ്റ് ഒന്നും ഇല്ലേ? ഇന്നത്തെ ഗിഫ്റ്റ് ഫുള്ള് ഫുഡാണ്, എന്ന് ചോദിച്ചാലും വാങ്ങിത്തരും. ആഹാ, എന്നാൽ ഞാനും അത് തന്നെ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്ത് ഫുഡ് ചോദിച്ചാലും വാങ്ങിത്തരും കേട്ടോ. ഇനി എന്തായാലും ഒരു കേക്ക് ഷോപ്പായിട്ട് നോക്കണ്ട, നല്ലോണം വിശക്കുന്നുണ്ട്, കാര്യമായിട്ട് എന്തെങ്കിലും കൂടി കഴിക്കണം. ഞാനും അത് പറയാൻ വരുമായിരുന്നു. എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട് ചേട്ടാ. എനിക്ക് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ കൊള്ളാം. എന്ത് ചോദിച്ചാലും വാങ്ങിത്തരും. നീ ആ ഷോപ്പൊന്ന് നോക്കിക്കേ, അവിടെ അടുത്ത എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കയറാലോ. അത് ഞാൻ ഏറ്റ്. ഒരെണ്ണം കാണുന്നുണ്ട്, ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നണം. നമുക്ക് അവിടെ കയറിയാലോ? പുതിയതായതുകൊണ്ട് തന്നെ വെറൈറ്റി സാധനം കാണും. നല്ല ലുക്കുണ്ട്, കയറി കളയാം. അയ്യോ ചേട്ടാ, ദേ പാറു. അയ്യോ അവൻ കണ്ട തീർന്നു. വാ 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 വേഗം കേട്ടോ. അയ്യോ എന്താ, എന്തുണ്ടായേ? അയ്യോ അച്ഛനും അമ്മയും. അയ്യോ ദേ, എന്നെ അവര് കണ്ടോ? അയ്യോ എനിക്ക് പേടിയാണ് മൈക്കിൾ, അവരെങ്ങനെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിലോ? കണ്ടു കാണാൻ സാധ്യതയില്ല, കണ്ടായിരുന്നെങ്കിൽ നമ്മളോട് സംസാരിച്ചു തന്നാലോ, പിന്നെന്താ? എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വഴക്ക് കിട്ടും മൈക്കിൾ. ഇല്ലെന്നേ, എന്തും പറഞ്ഞിറങ്ങിയേ, ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു, പിന്നെന്താ? എന്നാലും അവരെന്താ പോയേ? പേടിക്കാണ്ടിരിക്കുന്നേ, ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ? അതുണ്ട്, എനിക്ക് പേടിയൊന്നും കേട്ടോ. അവരെന്നെ കണ്ടു കാണില്ല. നീ കണ്ടാൽ തന്നെ ഞാൻ പറഞ്ഞോളാം ബർത്ത്ഡേ പാർട്ടി ആയിരുന്നെന്ന്. പിന്നെ അല്ല, അത്ര ഉള്ളു കാര്യം. എന്നാൽ എനിക്കൊരു ചിക്കൻ ബിരിയാണി വേണം മൈക്കിൾ. ഇപ്പം തന്നെ പറഞ്ഞേക്കാം. എവിടെ പോയാലും ഈ രണ്ട് പിള്ളേരാണല്ലോ, മനുഷ്യന് മനസ്സമാധാനത്തോടെ എങ്ങും പോകാനും പറ്റില്ലേ. കറക്റ്റായിട്ട് നമ്മൾ അവരുടെ അടുത്ത് തന്നെ ചാടിക്കൊടുത്തു. അതാ ഞാനും ആലോചിക്കുന്നത്. വിശന്ന് മനുഷ്യൻ ചെന്ന് കയറുമ്പോൾ പിള്ളേര്. നീ അവര് നമ്മളെ കാണാണ്ടിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അച്ചാടാ നിനക്ക് വിശക്കുന്നുണ്ടോ? നമ്മൾ ഉറപ്പായിട്ടും അടുത്ത സ്ഥലത്ത് കയറും. അവിടെ സമാധാനം ഉണ്ടാവും. നീ പിള്ളേരെ കാണണ്ടല്ലോ, പിള്ളേർ അവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പായില്ലേ? അതെ അതെ, നേരത്തെ തന്നെ പേരൻസിനെ പിടിക്കണം, ഇപ്പോഴാണെങ്കിലോ പിള്ളേരെ പിടിക്കണം. എന്തായാലും പേരൻസിനേക്കാളും ഡേഞ്ചർ പിള്ളേരാ. അതെ, ഞാൻ അവരെങ്ങാനും കണ്ട ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കേണ്ടി വരും. പിന്നെ അല്ല, എന്തായാലും നമ്മൾ ജസ്റ്റിന് രക്ഷപ്പെട്ടു. രണ്ടാളും നമ്മളെ കണ്ടിട്ടില്ലെന്നാ തോന്നുന്നത്. അതെ അതെ, രണ്ടും കൂടി എന്നെ ക്യാഷ് കൊടുക്കുന്ന പൊടിക്കല് കണ്ടില്ലേ? അവരങ്ങ് പൊടിക്കട്ടെ ചേട്ടാ, പിന്നെ അല്ല. ഇതാ നമുക്ക് അവിടെ കയറാം. നല്ലൊരു ഹോട്ടലുണ്ട്, എന്തിനെ ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്തോ. എനിക്കൊരു ചിക്കൻ
ഒന്നും പറഞ്ഞ പറ്റില്ല. കാര്യമായിട്ട് വേറെ എന്തെങ്കിലും കൂടി വാങ്ങണം കേട്ടോ. ആദ്യം ഇത് കഴിച്ചു നോക്കാം, എന്നിട്ട് വിശപ്പ് മാറിയില്ലെങ്കിൽ ബാക്കി കഴിക്കാം. ഏത് സൂപ്പാ വേണ്ടേ? ചിക്കൻ സൂപ്പ് ആയിക്കോട്ടെ. അപ്പോൾ ഒരു ചിക്കൻ സൂപ്പ്, ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ ഒരു ഐസ്ക്രീം. അപ്പൊ ചേട്ടനോ? ഞാൻ ഇന്ന് വെജ് പിടിക്കാം. വെജ് ഐറ്റം വല്ലതും പറയാം. അപ്പൊ ചേട്ടന് ഐസ്ക്രീം വേണ്ടേ? ഏയ്, ഇന്ന് സ്പെഷ്യൽ ആയാണ് ഞാൻ ഷേക്ക് പറയാൻ വെച്ച്. അത് വിലക്കി. എത്ര നേരമായി മനുഷ്യൻ കാത്തു നിൽക്കുന്നു. ഇനി അവളെങ്ങാനും വരത്തില്ലേ? ആ, ഒരാള് വരുന്നുണ്ടല്ലോ. അവളെ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ. എടീ, നീ എനിക്ക് ഇതൊക്കെ കൊണ്ടുവരും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ വരട്ടെ. മൈക്കിളിനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ആരോടെങ്കിലും ചോദിച്ചു കളയാം. എന്റെ പൊന്നു കാലമാടൻ. എന്നാ നോക്കി നടക്കണേ? അതോ എടാ വാസു, നീ മൈക്കിളിനെ കണ്ടോ? ഞാൻ ഇന്ന് ആരെയും കണ്ടിട്ടില്ല. ആഹാ, ഇതെന്താ? എന്ത്? നിന്റെ കയ്യില് അത് ഫ്ലവർ കാണിച്ചേ. ദേ കണ്ടോ? ആ, ഇങ്ങ് താടി. നീ എന്താ നോക്കിയിരിക്കുന്നെ? അല്ല, ഇത് നിനക്കുള്ളതല്ല. പോടി എന്ന് പറ്റിക്കാണ്ട് മര്യാദയ്ക്ക് ഇങ്ങ് തന്നോ. ഇത് നിനക്കുള്ളതല്ലടാ. താടി ഇവിടെ. എന്നാ പിടിച്ചോ. ഉമ്മ. അയ്യോ, അയ്യേ. അയ്യോന്നോ? ഞാൻ ഫ്ലവർ ഒന്നും കൊണ്ടുവന്നില്ല, അതുകൊണ്ടാ. എന്തിന്? പിന്നെ ഇന്നത്തെ ദിവസം അറിയാവുന്നോണ്ടല്ലേ. എടാ, ഇത് നിനക്കുള്ളതല്ലെന്ന്. ഇതൊക്കെ ഈ വാസിച്ചാൻ എത്ര കണ്ടിരിക്കുന്നു. പ്രാങ്കേ സമ്മതിച്ചിനെ. എന്റെ പൊന്നോ, എന്റെ തല പെരുക്കുന്നു. അയ്യോ, എന്നാ പറ്റി? ഒന്നും പറ്റിയില്ല, ഞാൻ പോവാ. പോകല്ലേടി അവിടെ. നിക്ക്. എന്റെ പൊന്നു ആസേ, എന്നെ വെറുതെ വിട്. അയ്യോ, എന്റെ മുടി. നിക്കടെ അവിടെ. വീട്ടി സമാധാനം. എടാ, നീ എതിരാടാ എന്നെ എപ്പോ നോക്കിയാലും മറിച്ചിട്ടേ. അത് നിന്നെ സമാധാനത്തോടെ വിളിച്ചാൽ നീ വരൂല, അതുകൊണ്ട് തന്നെ. എന്നെ വെറുതെ വിടടാ ഒന്ന്. ആ, ഒരു ദേഷ്യക്കാരി. എടാ, എവിടെ കൊണ്ടുപോവാടാ എന്നെ? നമുക്കേ പുറത്ത് പോയിട്ടേ നല്ല കപ്പയും ബീഫും കഴിക്കാം. ഈ വാസിച്ചായ വാങ്ങിത്തരും എന്റെ മേസിക്ക്. ഞാനിതെങ്ങനെ കഴിക്കൂ? കിട്ടണിക്കേട്ടാ, 2 കപ്പ ബിരിയാണി. ഞാൻ എന്റെ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കും. എടി, ഇത് ഇപ്പോഴേ പറയേണ്ട കാര്യമൊന്നുമില്ല. ഞാനിപ്പോ വളരെ ചെറുപ്പാ. എനിക്ക് ഒരു നല്ല നിലയിലൊക്കെ എത്തിയിട്ട് മാത്രമേ ഇത് വീട്ടിൽ പറയാൻ പറ്റുള്ളൂ. കേട്ടല്ലോ? എന്ത്? നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാന്ന്? അയ്യടാ, നിന്റെ അന്നത്തെ പണക്ക് ഇതുവരെ മാറിയില്ലല്ലേ? നീ വിഷമിക്കണ്ട. ഞാൻ എന്തായാലും നല്ലോണം പഠിക്കും. എന്തായാലും ഒരു നല്ല ജോലി വാങ്ങിയിട്ട് ഈ വാസച്ചായ നിന്നെ കല്യാണം കഴിക്കും. പോടാ ഇറക്കാന്ന്. നീ ജോലിക്ക് പോവോ പോകാണ്ടിരിക്കോ അതൊക്കെ നിന്റെ ഇഷ്ടം. ഞാൻ എന്റെ കാര്യം പറഞ്ഞെന്നുള്ളൂ. ഞാൻ നിന്നെ നല്ല പൊന്നു പോലെ നോക്കും കേട്ടോ. ഏത് നേരത്താണോ നീ സ്കൂളിൽ വരാൻ തോന്നി? ഇന്നത്തെ ദിവസം നീ സ്കൂളിൽ വന്നില്ലെങ്കിൽ കാണായിരുന്നു. ഞാൻ നേരെ വീട്ടിലോട്ട് വന്നേനെ. അടിയോ മേസിച്ചിന് ദേഷ്യക്കാരിയായിട്ട് എനിക്കറിയാം. ഈ ദേഷ്യക്കാരൻ എന്ത് രസാ. ഇനിയും ദേഷ്യപ്പെട്ടോ? എന്താ പൊന്നോ, കപ്പ ബിരിയാണി എപ്പോ വരും? ഇപ്പൊ കിട്ടുന്നേ. അതൊന്ന് വന്നിരുന്നെങ്കിൽ എനിക്ക് വേഗം പോകായിരുന്നു. എന്നാ ആര് പറഞ്ഞു? ഇനിയുണ്ട്. പിടിയും കോഴിയും ഒക്കെ കഴിച്ചിട്ടേ നീ ഞാൻ വിടത്തുള്ളൂ. എന്നെ നീ പകുതി ബില്ല് കൊടുത്തോ. വാടാ വാടാ, എന്റെ ഒറ്റ പൈസ ഇല്ല. എന്നാ നമുക്ക് 2 പേർ കൂടി പാത്രം കഴുകാം കേട്ടോ. എന്താ പറഞ്ഞോ, ഏത് നേരത്താണോ ഇവരെയൊക്കെ കാണാൻ തോന്നിയത്? ആവോ, പിള്ളേര് വരുന്നതിന് മുമ്പ് ഇനി എത്തി. ഡ്രസ്സ് മാറി ഇടാൻ പറ്റി. ഇല്ലെങ്കിൽ ഞാനും പ്രതീക്ഷിച്ചില്ല അവർ വരുന്നതിന് മുമ്പ് നമ്മുടെ എത്തുന്നു. രണ്ടുപേരുണ്ടല്ലോ. ആ ഉണ്ട്. ഇന്ന് അച്ഛനമ്മയും കൂടി അവിടെ പോയതാ. അതെ, അത് ഞങ്ങൾക്ക് അറിഞ്ഞാൻ പറ്റൂ. നിങ്ങൾ എവിടെ പോയതാ? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചേച്ചി എവിടെയായിരുന്നു? ഞാൻ സ്കൂളിലുണ്ടായിരുന്നടി. എന്തേ? അല്ല, ചേച്ചി ഇന്ന് നേരത്തെ പോയില്ലേ? പിന്നെ ഇന്ന് ചേച്ചിനെ കണ്ടില്ലല്ലോ. ഓ, അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോടി രാവിലെ. പിന്നെന്താ? അല്ല,
ചേച്ചി ഇന്ന് കേക്ക് കഴിച്ചോ? ഞാൻ കേക്ക് കഴിക്കാനോ? ഇല്ലല്ലോടി. എന്തേ? പല സത്യം പറഞ്ഞോ? എന്നാടി പെണ്ണേ നിനക്ക്? പറ ചേച്ചി, കേക്ക് കഴിച്ചോ ഇല്ല? എടി ഇല്ലടി, ഇന്നത്തെ എന്നാലേ ഞാൻ ഇന്ന് ചേച്ചിനെ കണ്ടല്ലോ. എവിടെ വെച്ച്? അതോ ടോമി ചേട്ടനോട് ബേക്കറിയിൽ. അതൊക്കെ ഉണ്ടെന്നേ. ചേച്ചി എന്നെ വിളിക്കാതെ എന്താണെന്ന് എനിക്കറിയാം. എനിക്കും കൂടി കേക്ക് തരേണ്ടി വരില്ലേ? അതല്ലേ? എടി നീ കണ്ടോ? അതിനിപ്പോ എന്താ, ലൈനൊന്നും അല്ലല്ലോ. പാവം ചേച്ചി രാവിലത്തെ ബിൽഡപ്പ് ഒക്കെ കണ്ടപ്പോൾ ഞാനോട് വേറെ ലൈനായി അതിൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ടോബി ചേട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഓ ഭാഗ്യം, ഇവർക്ക് മനസ്സിലായില്ല ടോബി എൻ്റെ ലൈനാണ്. നമ്മളെയൊക്കെ ആരും നോക്കാനാടി. പാവം എൻ്റെ ചേച്ചി. അല്ല നീ എന്താ അവിടെ വന്നിട്ട് എന്നോട് മിണ്ടാണ്ട് പോയേ? അതോ എന്നോട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ചേച്ചി, അതുകൊണ്ട്. അതിന് നിങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ലല്ലോ. അവിടെ കയറിയപ്പോഴാണ് ഓർത്തെ വേറൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്, അവിടെ പോകാൻ. അപ്പം നിങ്ങൾ ഇന്ന് ഫുൾ അവിടെ ആയിരുന്നല്ലേ? അതെ ചേച്ചി, അടിപൊളിയായിരുന്നു. ആണോ? അല്ല നിനക്ക് ലൈനൊന്നുമില്ലായിരുന്നോ? എന്ത് ലൈൻ ചേച്ചി, അതിൻ്റെയൊക്കെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പം ഈ സിംഗിളായിട്ട് നടക്കണതിലൊരു ത്രില്ല്. എന്നിട്ട് എന്താ തമ്പുരാട്ടി റെഡാക്കിയിട്ട് പോയേ? ഞാൻ രാവിലത്തെ ഒരു കോകം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു നിനക്ക് ലൈൻ ഉണ്ടത്. ചേച്ചി ലൈൻ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ റെഡിട്ടെ. ആരും വന്ന് പ്രപ്പോസ് ചെയ്യാണ്ടിരിക്കാനാ എനിക്ക് ഈ സൗന്ദര്യം കണ്ടിട്ട്. അതിനെന്താ റെഡ് ഇടണേ? അവരെങ്കിലും വിചാരിക്കുമല്ലോ എനിക്ക് ലൈൻ ഉണ്ടെന്ന്. പാവം. അപ്പം മൈക്കിളോ? മൈക്കിളോ? അതേനേ, അതൊക്കെ ഞാൻ അന്നേ വിട്ടതല്ലേ. പാവം.